പ്രിയമുള്ളവരെ, വചനജ്വാല 963 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 20 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മോന്തെ പുൾജിയാനോയിലെ കന്യകയായ വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്നു. ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ സന്യാസിനിയാണ് ടക്സനയിൽ ജനിച്ച ആഗ്നസ്. ബാല്യത്തിൽ തന്നെ കർത്തൃജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടിന്മേൽ നിന്ന് അവൾ ചൊല്ലുമായിരുന്നു. 9 വയസ്സിൽ മാതാപിതാക്കൾ ആഗ്നസിനെ മോന്തെ പുഷിജിയാനിയിലെ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിപ്പിച്ചു. 15 വയസ്സിൽ ആഗ്നസ് പ്രൊസോസ്നോയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഉടനെ അവിടുത്തെ മഠാധിപതിയായി. അവിടെ പാറക്കല്ല് തലയണയാക്കി നിലത്താണ് കിടന്നിരുന്നത്. 15 വർഷം അപ്പവും വെള്ളവും മാത്രം കഴിച്ചാണ് ജീവിച്ചത്. അധികാരികൾ ഇവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായശ്ചിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ തന്നെ ഒരു ആശ്രമം പണിത് അവളെ അങ്ങോട്ട് ക്ഷണിച്ചു. രോഗിണിയായി തീർന്നിരുന്ന ആഗ്നസിന്റെ എളിമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചു. അവളുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും വിശുദ്ധി പ്രഖ്യാപിതമാക്കി. 43 വയസ്സിൽ ആഗ്നസ് സ്വർലോക പ്രാപ്തയായി. 13 ബെനഡിക്ട് മാർപ്പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. ഇന്ന് നമ്മൾ മോന്തെ പുൾജിയാനോയിലെ കന്യകയായ വിശുദ്ധ ആഗ്നസിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമ്യായുടെ പുസ്തകം 5 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവരുടെ വയലുകളും മുന്തിരി തോപ്പുകളും ഒലിവ് തോട്ടങ്ങളും ഭവനങ്ങളും പണം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരുന്ന ശതാംശവും ഇന്നു തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ അവ തിരിച്ചു കൊടുക്കാം. അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഞാൻ എൻ്റെ മടിക്കുത്ത് കൊണ്ട് പറഞ്ഞു, മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ശപഥം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ. അങ്ങനെ അവന് എല്ലാം നഷ്ടപ്പെടട്ടെ. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു. അവർ പ്രതിജ്ഞ പാലിച്ചു. അർത്താസക്സസ് രാജാവിന്റെ 20 ഭരണവർഷം ഞാൻ യൂദയായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടത് മുതൽ അവന്റെ 32 ഭരണവർഷം വരെ 12 വർഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല. എൻ്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിന്റെ മേൽ ഭാരം ചുമത്തുകയും 40 ഷെക്കൽ വെള്ളിക്ക് പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു. അവരുടെ സേവകർ പോലും ജനത്തെ ഭാരപ്പെടുത്തി. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ മതിൽപ്പണിയിൽ ദത്തശ്രദ്ധനായിരുന്നു. ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല. എൻ്റെ ഭൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ചുറ്റുമുള്ള ജനതകളിൽ നിന്ന്
വന്നവർക്ക് പുറമെ യഹൂദരും അവരുടെ നായകന്മാരുമായി 150 പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു. ഒരു ദിവസത്തേക്കൊരു കാളയും കൊഴുത്ത 6 ആടുകളും അതിനൊത്ത കോഴികളുമാണ് വേണ്ടിയിരുന്നത്. 10 ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു. എന്നിട്ടും ഭരണാധികാരിക്കുള്ള ഭക്ഷണവേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തത് ഓർത്ത് എനിക്ക് നന്മ വരുത്തണമേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.